ഇന്ന് രാവിലെ ഹോസ്പിറ്റലിലേക്കുള്ള പോക്കാട്ടോ. ഉണ്ണിക്കുട്ടൻ്റെ തലയിലൊക്കെ അപ്പടി ചൂടുകുരു പോലെ വന്നേക്കുക. ചൂടുകുരു പോലെയല്ല, ചൂടുകുരുയാണ്. പാമ്പക്കടിയാണ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് അവൻ്റെ മുടി തൽക്കാലം 1 വയസ്സായില്ലേ, ഒന്ന് വടിച്ച് വിട്ടേക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ചൂട് താണ്, വിയർപ്പും താണ്, അസുഖങ്ങളും കുറയും, അതുപോലെ ആ ചൂടുകുരുവിന് കുറേ വ്യത്യാസം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ണിക്കുട്ടനെ മൊട്ടയടിച്ചിരുന്ന ഭാഗമായി കാണുന്നത്. പക്ഷെ അനങ്ങാതെ ഇരുന്ന് തന്നു കേട്ടോ ചേട്ടൻ. അത്രയും നേരം ഇരുന്നു. പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ കാണിച്ചിരുന്നു. അങ്ങനെ കണ്ടു. എല്ലാം കഴിഞ്ഞപ്പോൾ ആശാനെ കണ്ണാടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആശാൻ്റെ തന്നെ ഭയങ്കര സർപ്രൈസ്. തിരിഞ്ഞു നോക്കി അപ്പേനെ കാണിച്ചു കൊടുക്കുക, കണ്ടോ എൻ്റെ രൂപം എന്നും പറഞ്ഞ്. പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ മുട്ടത്തല കാണാണ്ടിരിക്കാനായിട്ട് ഞങ്ങളൊരു തൊപ്പി മേടിച്ചു. അത് കഴിഞ്ഞ് പാവം മുട്ടയടിച്ചല്ലേ എന്ന് ഓർത്തൊരു ജ്യൂസ് മേടിച്ചു കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പം വീട്ടിൽ വന്ന് ജോർജ് കുട്ടിയുടെ റിയാക്ഷനാണ് അത്. അമ്മമ്മയുടെ റിയാക്ഷൻ കണ്ടോ മുട്ടത്തല കണ്ടിട്ട്? അപ്പടി സങ്കടമായിപ്പോയോ, എൻ്റെ കൊച്ചിൻ്റെ മുട്ടയാക്കി ഓടി ഇതും ചോദിച്ചുകൊണ്ട് ഭയങ്കര സങ്കടമായിപ്പോയിട്ടോ. മുട്ടത്തല കണ്ടപ്പോൾ എല്ലാവർക്കും വിഷമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ജോർജ് കുട്ടിയുടെ നിരീക്ഷണമായി. എനിക്ക് ചിക്കൻ ചുടണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു കുറേ നാൾ. അവസാനം ഒരു മീൻ കഷ്ണം കൊടുത്തു. അതെടുത്ത് പറമ്പിൽ കൊണ്ടുപോയി കോല് കുത്തി തീ കത്തിച്ച് ചുട്ടെടുക്കുന്ന ഭാഗമാണ് കാണുന്നത്. എവിടെയോ കണ്ടതാണ് മീൻ ചൂടുന്നത്, അല്ല ചിക്കൻ ചൂടുന്നത്. കണ്ടോ ചുട്ടെടുത്ത മീനിനെ കണ്ടോ? തിന്നാൻ കൊള്ളൂലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അമ്മമ്മ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ജോർജ് കുട്ടീനെയും കൊണ്ടൊന്ന് ഇറങ്ങിയേക്കാമെന്ന് ഓർത്തു. എന്നെയും കൊണ്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു. എന്നാൽ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ജോർജ് കുട്ടീനെയും കൊണ്ട് ഇറങ്ങി. ആ പോണ പോക്കിൽ ഞങ്ങൾ കണ്ടു. എന്താണ് സിനിമ? ഇതോ ഇപ്പോൾ കാണാം, നമ്മുടെ സ്വന്തം, അയ്യോ പേര് ഞാനും മറന്നുപോയി, വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞ സിനിമ. അത് കണ്ടിറങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നില്ല, തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലേക്ക് തിരിച്ച് പോരുന്ന ഭാഗമാണ്. കണ്ടോ മലയുടെ മുകളിലേക്ക് കയറുന്നത്. എൻ്റെ വീടൊരു മലയുടെ മുകളാട്ടോ. ഞങ്ങളുടെ മോട്ടോർക്കാരുടെ പ്രത്യേകതയാണ് ഇവിടെ മുഴുവൻ കന്നാരമാട്ടോ. നമ്മുടെ പൈനാപ്പിളിന് ഇവിടെയൊക്കെ പറയണത് കന്നാരം എന്നാണ്. അപ്പോൾ ഇത് കന്നാരത്തിനിടയ്ക്കോടെയാണ് ഞങ്ങളുടെ വീട് ഇങ്ങനെ പോകും. ഞങ്ങളുടെ പറമ്പാട്ടോ കാണുന്നത്. കന്നാരത്തിന് വിട്ടു കൊടുത്തേക്കുക. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മല കയറി അങ്ങനെ വീടെത്തി. ഇതാണ് ഞങ്ങളുടെ വീട്. അന്നേരം അപ്പച്ച കമ്പനി പോകാൻ ഇറങ്ങും കേട്ടോ. ഞങ്ങൾ വരാൻ വൈകിയതിൻ്റെ സങ്കടത്തിൽ ഒരാൾ കാത്തിരുന്ന് നൊലോളിച്ചുകൊണ്ട് ഓടി വരുന്ന കണ്ടോ. ഞങ്ങൾ കാത്തിരിക്കാൻ ഉണ്ണിക്കുട്ടനുള്ളപ്പോൾ പിന്നെ എന്തിനാ സങ്കടം? ആ ഉണ്ണിക്കുട്ടൻ്റെ സങ്കടം മാറ്റാനായിട്ട് ഞങ്ങൾ അവനെയും കൊണ്ട് തോട്ടിപ്പോയി. ഇതൊരു കനാലിൽ നിന്ന് തോട്ടിലേക്ക് വെള്ളം പോകുന്ന വഴി ഒരു സ്ഥലമാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടന് കുളിക്കാൻ പറ്റിയ സ്ഥലം അതാണെന്ന് തോന്നി. ഉണ്ണിക്കുട്ടനെയും ജോർജ് കുട്ടീനെയും കൂടെ അവിടെ കുളിപ്പിച്ചു. നല്ല രസമല്ലേ പിള്ളേർ തോട്ടിൽ കുളിക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. രണ്ടുപേരും വെള്ളമൊക്കെ ഒഴിച്ച് ഉണ്ണിക്കുട്ടനങ്ങ് ഭയങ്കര സന്തോഷമായിപ്പോയി. വെള്ളത്തിലിങ്ങനെ കളിക്കാനങ്ങ് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകും കേട്ടോ. അവിടെ എപ്പോഴും തന്നെ വേനലിൽ വെള്ളം ഉണ്ടാവും. കാരണം കനാലിൽ നിന്ന് തോട്ടിലേക്ക് വെള്ളം ഇങ്ങനെ കടത്തി വിടുന്ന ഒരു പാത്ത് വേയാണ്. അപ്പോൾ അവിടെ പോയുമ്പോൾ പിള്ളേർക്ക് കുളിക്കാൻ പറ്റിയ വലിയ ആഴമൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് വെള്ളത്തിൽ കുറേ നേരം കളിച്ചു. അങ്ങനെ സന്തോഷമായി. ആശാനെ കുളിപ്പിച്ച് കയറ്റി കഴിഞ്ഞപ്പോൾ എന്നെ ബഹളമായിരുന്നു, കയറി പോരുമില്ലായിരുന്നു കേട്ടോ. പിന്നെ പിടിച്ച് കയറ്റി. അത് കഴിഞ്ഞപ്പോൾ ഇച്ചായൻ്റെ വലിയ കനാലിൽ ഇറങ്ങി കുളിച്ച്. പിള്ളേരെ അവിടെ ഇറക്കാൻ പറ്റത്തില്ലല്ലോ, ഭയങ്കര ആഴത്തിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇച്ചാൻ അവിടെ പോയി ഒന്ന് ആർമാദിച്ച് കുളിച്ച് സുന്ദരനായി. ഇങ്ങനെ വല്ലപ്പോഴും പുറത്ത് പോകുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞങ്ങളിവിടെ തോട്ടിൽ പോയി കനാലിൽ പോയി വെള്ളം കുളിക്കാറുണ്ട് കേട്ടോ. കാരണം വീടിൻ്റെ മുകളിലേക്ക് അങ്ങോട്ടേക്ക് അതിൽ താഴെ കനാലുണ്ട്, പക്ഷെ അത് ചെറിയ കനാലാണ്. അത് കാരണം ഞങ്ങൾ വലിയ കനാലിൽ പോവും. ഇച്ചാനെ നീന്താനൊക്കെ പറ്റുന്നത് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കനാലിൽ പോയി ഞങ്ങളെല്ലാവരും അവിടെ പോയി സന്തോഷമായിട്ട് മക്കളെയും ഇച്ചാനെയും കുളിപ്പിച്ചു. ഇതേ പോന്നപ്പോൾ ഞങ്ങൾക്കൊരു വിരുന്നുകാരനെ കണ്ടതാട്ടോ. നല്ല സുന്ദരനല്ലേ. എന്നിട്ട് അവനോട് ടാറ്റയൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു. ഇന്നത്തെ ഇത്രയും വിശേഷമുള്ളൂ കേട്ടോ. അപ്പം നാളെ കാണാം.